അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ക്യൂ സ്പോട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ലോകത്ത് കടന്നു കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യാനാണ് വന്നത്. മനുഷ്യർക്ക് മാർഗദർശനം കാണിക്കാൻ വന്നവരായിരുന്നു പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഖുർആൻ പേരു പരാമർശിച്ച ഒരു പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ സൂറ മറിയമിലും സൂറ അംബിയയിലുമാണ് ഈ പ്രവാചകൻ്റെ പേര് പരാമർശിക്കുന്നത്. ആ പ്രവാചകൻ്റെ പേര് പരാമർശിക്കുന്നിടത്ത് ഈ പ്രവാചകൻ സിദ്ദീഖായിരുന്നു, സത്യസന്ധനായിരുന്നു, വിശ്വസ്തനായിരുന്നു, സാബിർ ക്ഷമാശീലനായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹു സ്വർഗത്തിൽ വലിയ സ്ഥാനം നൽകിയിട്ടുള്ള പ്രവാചകനാണ് എന്നെല്ലാമുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ആദം നബി അലൈഹിസ്സലാമക്ക് ശേഷവും നൂഹ് നബി അലൈഹിസ്സലാമക്ക് ഇടയിലുമുള്ള ഒരു പ്രവാചകനാണ് ഇദ്രീസ് അലൈഹിസ്സലാം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഈ പ്രവാചകനെ കുറിച്ച് ധാരാളമായിട്ടൊന്നും നമ്മോട് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 2-3 വിശേഷണങ്ങൾ ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു എന്നല്ലാതെ വിശദമായി പറഞ്ഞിട്ടില്ല. ഖുർആൻ വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ധാരാളം കാര്യങ്ങൾ ഇദ്രീസ് നബി അലൈഹി സ്വലാമയെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യമായിട്ട് പേന ഉപയോഗിച്ച മനുഷ്യൻ, പുരാതന കാലത്ത് പുരാതന മനുഷ്യരിൽ ആദ്യമായി പേന ഉപയോഗിച്ച, പേന കൊണ്ടെഴുതിയ വ്യക്തിയായിരുന്നു ഇദ്രീസ് അലൈഹിസ്സലാം. മാത്രവുമല്ല, അദ്ദേഹം പ്രവാചകനായിരുന്നതോടൊപ്പം തന്നെ നാടിൻ്റെ ഭരണാധികാരിയായിരുന്നു എന്നും പറയുന്നുണ്ട്. ഭരണാധികാരി ആയിരുന്നെങ്കിലും തയ്യൽ പണിയെടുത്താണ് തൻ്റെ ജീവിതമാർഗം കണ്ടെത്തിയിരുന്നത്. വളരെ ലളിതമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഇദ്രീസ് അലൈഹിസ്സലാം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗോളശാസ്ത്രവും അതുപോലെ തന്നെ ഗണിതശാസ്ത്രമൊക്കെ സ്വയം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന വ്യക്തിത്വമായിരുന്നു ഇദ്രീസ് അലൈഹിസ്സലാം. അപ്പോൾ പുരാതന മനുഷ്യരിൽ ആദ്യമായി ഇങ്ങനെയുള്ള ശാസ്ത്രശാഖകൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്ത, ആ നാട്ടിൽ ഈ അർത്ഥത്തിലുള്ള ചിന്തകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും കൊണ്ടുവന്ന വ്യക്തിത്വമായിരുന്നു ഇദ്രീസ് അലൈഹിസ്സലാം എന്ന് മുഫസ്സിറുകൾ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ പ്രവാചകനെ കുറിച്ച് പറഞ്ഞ ഈ പ്രവാചകൻ സിദ്ദീഖായിരുന്നു, സ്വാബിറായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലളിതമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ സിദ്ദീഖുകളാവുക, ക്ഷമാശീലരാവുക. അങ്ങനെ സത്യസന്ധനും ക്ഷമാശീലനുമായതുകൊണ്ട് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ഇദ്രീസ് അലൈഹിസ്സലാമക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ നമുക്കും ആ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കും. നമ്മളും സിദ്ദീഖുകളാവുക, നമ്മളും സാബിറുകളാവുക, മനോഹരമായ ലളിതമായ സുന്ദരമായ ജീവിതത്തിൻ്റെ ഉടമകളാവുക. അതുപോലെ തന്നെ വൈജ്ഞാനികമായ മേഖലകളിൽ നമ്മൾ മുന്നേറുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.